ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട് അല്ലേ. അതായത് വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഈ ആർട്ടിക്കിൾസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 395 മീതെ ആർട്ടിക്കിൾസ് നമുക്ക് നമ്മുടെ ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിൽ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും എല്ലാ ആർട്ടിക്കിൾസും ഒരു ഓർഡറിലല്ല പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള ആർട്ടിക്കിൾസാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ ആർട്ടിക്കിൾസ് ആഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് എന്താണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് കുറേ സംസ്ഥാനങ്ങളുടെ കൂട്ടമാണെന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ എന്ന് പറയുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഇത് ഫസ്റ്റ് ആർട്ടിക്കിൾ ആണല്ലോ, ആർട്ടിക്കിൾ 1 അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 1 തന്നെ പറയുന്നത് ആദ്യം തന്നെ ഇന്ത്യയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം തന്നെ ആർട്ടിക്കിൾ 1 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിൾ കഴിഞ്ഞു, ഇനി തേർഡ് ആർട്ടിക്കിളാണ്. തേർഡ് ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. അതായത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. അതായത് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക, അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുക, ഓരോന്നിൻ്റെ ബൗണ്ടറി, ഓരോ സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറി കൂട്ടണോ കുറയ്ക്കണോ, ഇതിനെയൊക്കെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളിൽ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി തേർഡ് ആർട്ടിക്കിളിൽ നമ്മൾ സ്റ്റേറ്റ്സിനെ കുറിച്ച് പഠിക്കുക. അതായത് ആദ്യം മൊത്തം പഠിച്ചു, പിന്നെ അതിൻ്റെ ഓരോരോ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ തേർഡ് ആർട്ടിക്കിളിൽ പഠിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 3 എന്താണ്? സ്റ്റേറ്റ്സിൻ്റെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. 3യും എസ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ കഴിഞ്ഞ് തേർഡ് ആർട്ടിക്കിൾ വരുന്നത് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ നമ്പർ 13 ആണ്. ആർട്ടിക്കിൾ നമ്പർ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. അതായത് പാർലമെൻറ്റ് ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ അത് ഭരണഘടന അനുസൃതമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. ഇനി ഇൻ കേസ് അത് ഭരണഘടന അനുസൃതമല്ലെങ്കിൽ അതിനെ റദ്ദാക്കാനുള്ള അവകാശവും സുപ്രീം കോടതിക്കുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം അല്ലെങ്കിൽ കണക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 13 എന്ന് പറയുമ്പോൾ 13 നമുക്ക് നമ്പർ 13 എടുക്കാം. അതൊരു അൺലക്കി നമ്പർ ആയിട്ടായിരിക്കും പലരും എടുക്കുന്നത്. ശരിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതായത് 13 എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള ഒരു അധികാരം ഉണ്ടല്ലോ. അതായത് തെറ്റായിട്ടുള്ള നിയമം വരുമ്പോഴാണ് സുപ്രീം കോടതി അത് റദ്ദാക്കുന്നത്. അപ്പോൾ തെറ്റായ നിയമം, അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള നമ്പർ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾ 13 എന്ന് പറയുമ്പോൾ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. നെക്സ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ 14 പഠിക്കാം. ആർട്ടിക്കിൾ 14 തൊട്ട് 19 വരെ ഇക്വാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 19 വരെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഇക്വാലിറ്റിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം ആർട്ടിക്കിൾ 14 നോക്കാം. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ. എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ? അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ണ് കെട്ടി വെച്ചിട്ടുള്ള ഒരു നീതി ദേവതയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് ശരിക്കും ഒരു സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതായത് ഏത് തരത്തിലുള്ള ആൾക്കാരായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ് ആ ഒരു നീതി ദേവതയെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 15 ആണ്. എന്താ ആർട്ടിക്കിൾ 15 പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് നമ്മൾ റിലീജിയൻ്റെ കേസിലായാലും, അതായത് ജാതി, മതം, സെക്സ് അതല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതായത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോൾ നമുക്ക് 15 ഇയേഴ്സ് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് 15 വയസ്സിൽ നമ്മൾ SLC ഒക്കെ എഴുതുന്ന ആ ഒരു ഏജ് ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഈ SLCക്കൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടി കിട്ടാറില്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ നമുക്ക് ഫിൽ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ആർട്ടിക്കിൾ 15 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്.
ഇത്രയൊക്കെ അല്ലേ? നമുക്ക് ആർട്ടിക്കിൾ 16 നോക്കാം. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ബിഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. എന്താണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ബിഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിനൊക്കെ എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 16 പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങളാണ് ബിഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. 16 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് +1 ഉണ്ടാവുമല്ലോ അല്ലേ, 11th സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതായത് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന 16 കേട്ടോ. ആർട്ടിക്കിൾ 16 എന്ന് പറയുമ്പോൾ നമ്മൾ +1 ആണെന്ന് വിചാരിക്കുക 16 ഇയേഴ്സിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുന്ന ഒരു വയസ്സാണല്ലോ ഈ 16 ഇയേഴ്സ് എന്ന് പറയുന്നത്. +1 എന്ന് പറയുമ്പോൾ സയൻസോ കൊമേഴ്സോ അങ്ങനെയുള്ള ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്ന ഒരു ഏജാണ്. അപ്പോൾ അതും നമുക്ക് എംപ്ലോയ്മെൻ്റ് ആയിട്ട് അങ്ങ് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ബിഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 17 ആണ്. എന്താണ് ആർട്ടിക്കിൾ 17 പറയുന്നത്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അതായത് ഐക്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17 കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17. അപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾ 17 2 പോയിൻറ്റ്സ് ആണ് മെയിനായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള. ഏതൊക്കെയാണ്? ഐക്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും അതേപോലെ തന്നെ മഹാത്മാഗാന്ധിക്ക് ചെയ്യുന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിളും ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഇനി ഇത് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് 17 എന്ന് പറയുമ്പോൾ 17 വയസ്സ് വരെ നമ്മൾ വണ്ടി തൊട്ടുകൂടാന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് 18 വയസ്സിലാണല്ലോ നമുക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ 17 വയസ്സ് വരെ നമ്മൾ വണ്ടി തൊട്ടുകൂടാ, അതായത് അൺടച്ചബിലിറ്റി. അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ആർട്ടിക്കിളിൽ പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 18 നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 18 പറയുന്നത്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്? അതായത് മിലിറ്ററി അക്കാഡമിക് ഒഴികെയുള്ള പദവി നാമങ്ങൾ നിരോധിച്ചിരിക്കുന്നു കേട്ടോ. അതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ വേറെ ടൈറ്റിൽസ്, അതായത് വേറെ പദവികളൊന്നും വരാൻ പാടില്ല. മിലിറ്ററി അക്കാഡമിക് ഒക്കെ വരാം, പക്ഷേ അതൊഴിച്ച് ബാക്കിയൊന്നും വരാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് കേണൽ, മോഹൻലാൽ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ വേറെ ടൈറ്റിൽസ് ഒന്നും വരാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതായത് ആർട്ടിക്കിൾ 18 എന്ന് പറയുമ്പോൾ നമുക്ക് 18 ഇയേഴ്സ് എടുക്കാം കേട്ടോ. 18 വയസ്സ്. അതായത് 18 വയസ്സായി കഴിയുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ പേരിന് മുമ്പിൽ ഉണ്ടാവുന്ന, അതായത് നമുക്കുണ്ടാവുന്ന ഇരട്ട പേരുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുമല്ലേ. അതായത് 18 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയാലോ. അപ്പോൾ ഇരട്ട പേരുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ആർട്ടിക്കിൾ 18 എന്ന് പറയുമ്പോൾ എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാം. നമുക്ക് അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 20 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 20, 21, 22 നമുക്ക് ഒരുമിച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കഥ പോലെ നിങ്ങൾ കേൾക്കുക. അതായത് ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. എന്താണ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്? അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷ. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ ഒരു കുറ്റം ചുമത്തുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ടല്ലോ. ഒരു വ്യക്തിയുടെ മേലൊരു കുറ്റം ചുമത്തുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങൾ, അതാണ് നമ്മൾ ആർട്ടിക്കിൾ 20 മെയിനായിട്ട് പറയുന്നത്. ഇനി 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഫസ്റ്റ് വൺ, മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. എന്താണ് ആദ്യം പറയുന്നത്? മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ 2020 ഒരു നിയമം പാസ്സായി വന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ 2010, അതായത് 2020 ആ നിയമം വന്നത്, പക്ഷേ 2010 നമുക്കത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ഇതാണ് ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പറ്റുക എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് 2020 വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നേ പിന്നെ അങ്ങ് തുടരുള്ളൂ. അല്ലാണ്ട് അതിന് മുമ്പത്തെ ഉള്ള കാലഘട്ടത്തിൽ അത് ആപ്ലിക്കബിൾ ആവാൻ പറ്റില്ല. പിന്നെ അടുത്ത കാര്യം പറയണത്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കുറ്റത്തിന് ഒന്നിലേറെ പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഒരു കുറ്റത്തിന് ഒന്നിലേറെ പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. അതായത് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു കുട്ടി ഒരു കുറ്റം ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യം കാലത്ത് അമ്മ കുട്ടീനെ വഴക്ക് പറഞ്ഞു. ആ സെയിം റീസൺ കേട്ടോ, എന്ത് കുറ്റമാണോ കുട്ടി ചെയ്തത് അതിന് അമ്മ കാലത്ത് വഴക്ക് പറഞ്ഞു. പിന്നെ വൈകുന്നേരം അച്ഛൻ വന്നു കഴിയുമ്പോൾ ആ സെയിം കുറ്റത്തിന് അച്ഛനും വഴക്ക് പറയാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കുറ്റത്തിന് ഒന്നിലേറെ പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തിയെ ആ വ്യക്തിക്കെതിരെ തന്നെ സാക്ഷി ആക്കാൻ പാടില്ല.
ഒരു വ്യക്തിയെ ആ വ്യക്തിക്കെതിരെ തന്നെ സാക്ഷിയാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 20 ക്ലിയർ ആയല്ലോ. എന്താണ്? കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 21 നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 21 പറയുന്നത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഒരാൾക്ക് ജീവിക്കാനുള്ളതിനും അയാൾക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ആർട്ടിക്കിൾ 22 നോക്കാം. അതിനുശേഷം ഞാൻ മൂന്നും കൂടിയിട്ട് ക്ലബ് ചെയ്ത് പറയാം കേട്ടോ. ഇനി ആർട്ടിക്കിൾ 22 നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 22 പറയുന്നത്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. എന്താണ്? അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 20, 21, 22 പഠിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പോലെ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ ഒരാളെ ഒരു പേഴ്സണൽ ഇഷ്യൂവിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ വന്നു എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അയാൾ പോലീസുകാരനോട് പറയുകയാണ്, എൻ്റെ മേൽ കുറ്റം ചുമത്തുമ്പോൾ എനിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പോലീസുകാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ മേൽ കുറ്റം ചുമത്തുമ്പോൾ എനിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ടെന്നുള്ളത് ഈ കുറ്റവാളി പോലീസിനോട് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ആർട്ടിക്കിൾ 20. എന്താണ്? കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷ. എന്താണ് ആർട്ടിക്കിൾ 20? കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതുമാത്രമല്ല പുള്ളി പറഞ്ഞത് പിന്നെ എനിക്ക് ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ മേത്ത് കുറ്റം ചുമത്തുമ്പോൾ എനിക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ എനിക്ക് ജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള അവകാശമാണ് നമ്മുടെ ആർട്ടിക്കിൾ 21 കേട്ടോ. അതായത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരന് ദേഷ്യം വന്നു. അപ്പോൾ പോലീസുകാരൻ ഇയാളെ കരുതൽ തടങ്കിൽ അടച്ചു. എന്ത് ചെയ്തു? കരുതൽ തടങ്കിൽ അടച്ചു. ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശം കേട്ടോ. എന്താണ്? എതിരെയുള്ള അവകാശമാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയായിട്ടുള്ള അവകാശം. അപ്പോൾ ആർട്ടിക്കിൾ 20, 21, 22 നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? 20 പ്രൊട്ടക്ഷൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശം. ഈ 3 ആർട്ടിക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി PSCയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതാണ്? അനുച്ഛേദം 20, 21 കേട്ടോ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് അനുച്ഛേദം ആർട്ടിക്കിൾ 20യും 21ഉം. ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏതാണ്? നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 22, അതായത് ആർട്ടിക്കിൾ 22. നമ്മൾ പഠിച്ചില്ലേ? അന്യായമായ അറസ്റ്റിനും തടങ്കലിനെതിരെയുള്ള അവകാശം, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്, അതും ആർട്ടിക്കിൾ 22 തന്നെയാണ് കേട്ടോ. ഇനി കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്, അത് 22 തന്നെയാണ്, ആർട്ടിക്കിൾ 22 തന്നെയാണ്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. നെക്സ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ 24 നോക്കാം. ആർട്ടിക്കിൾ 24 നോക്കിയതിന് ശേഷം ആർട്ടിക്കിൾ 23ലേക്ക് പോകട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും മെമ്മറിയിൽ അങ്ങ് നിൽക്കുവേ. അപ്പോൾ ജസ്റ്റ് നോക്കുക. ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ ആണ്. എന്താണ് ചൈൽഡ് ലേബർ? അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത് ചൈൽഡ് ലേബർ. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ആർട്ടിക്കിൾ 24 പറയുന്നത്. ശിക്ഷാർഹമാണ്. അപ്പോൾ അതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 14ഉം 24ഉം 14 വയസ്സിന് താഴെ. അപ്പോൾ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? ചൈൽഡ് ലേബറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കുട്ടികളെ കൊണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇനി ആർട്ടിക്കിൾ 23 നോക്കാം. അത് ഫോഴ്സ്ഡ് ലേബർ ആണ് പറയുന്നത്. അതായത് അടിമത്തം നിരോധനമാണ് കേട്ടോ. ആർട്ടിക്കിൾ 23 ഫോഴ്സ്ഡ് ലേബർ. 24 ചൈൽഡ് ലേബർ പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 23 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ്ഡ് ലേബർ, അതായത് അടിമത്തം നിരോധനം. അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 44 ആണ്. എന്താണ് ആർട്ടിക്കിൾ 44 പറയുന്നത്? യൂണിഫോം സിവിൽ കോഡ് ആണ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ്? അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 44 അല്ലേ, അപ്പോൾ 44നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 = 4 എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ യൂണിഫോം അല്ലേ, രണ്ട് സൈഡിലും യൂണിഫോം ആണ്, രണ്ട് സൈഡിലും ഈക്വൽ ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് അതിനൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ 44 എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം സിവിൽ കോഡ്.
നമുക്ക് ആർട്ടിക്കിൾ 45 നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 45 പറയുന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് കേട്ടോ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. ഇതാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 45ഉം പിന്നെ പറയുന്നത് എന്താ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ലേ, അപ്പോൾ 4, 5, 6 എന്ന് പറഞ്ഞിട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 4, 5, 6, അതായത് ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. ഇനി ആർട്ടിക്കിൾ 47 നോക്കാം. ആർട്ടിക്കിൾ 47 പറയുന്നത് മദ്യനിരോധനത്തെക്കുറിച്ചാണ്. എന്താണ് മദ്യനിരോധനം? അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 47 നമുക്ക് NH47 എടുക്കാം. അതായത് 47 എന്ന് പറയുമ്പോൾ NH47. അപ്പോൾ NH47 സൈഡിൽ നമുക്ക് ബാറൊക്കെ കാണാൻ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതായത് 47 എന്ന് പറയുമ്പോൾ എന്താണ്, മദ്യനിരോധനത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 110 നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 110 പറയുന്നത്? മണി ബില്ലിനെ കുറിച്ചാണ് കേട്ടോ. ആർട്ടിക്കിൾ 110 പറയുന്നത് മണി ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബില്ല് നമുക്ക് കിട്ടി. ഇപ്പോൾ 100 രൂപയുടെ ഒരു ബില്ല് കിട്ടുകയാണെങ്കിൽ നമ്മൾ 110 രൂപയായിട്ട് പേ ചെയ്തു, അതായത് 10 രൂപ ടിപ്പ് കൊടുത്തു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 110 എന്ന് പറയുന്നതാണ് മണി ബില്ല് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പ്രസിഡൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാൻസി നമ്പറുള്ള ആർട്ടിക്കിൾസ് കൂടി പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 111 ആർട്ടിക്കിൾ 111 പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ വീറ്റോ അധികാരമാണ്. എന്താണ് പറയുന്നത്? പ്രസിഡൻറ്റിൻ്റെ വീറ്റോ അധികാരം. അതാണ് ആർട്ടിക്കിൾ 111. ഫാൻസി നമ്പർ അല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 123 കേട്ടോ. 1, 2, 3 ആർട്ടിക്കിൾ 123 പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡൻറ്റ്. എന്താണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡൻറ്റ്? ആർട്ടിക്കിൾ 111 എന്തായിരുന്നു? പ്രസിഡൻറ്റിൻ്റെ വീറ്റോ അധികാരമാണ്. ഇനി 1, 2, 3 ആണ്, അത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ആർട്ടിക്കിൾ 143 പഠിക്കാം കേട്ടോ. ആർട്ടിക്കിൾ 143 പറയുന്നത് പവർ ഓഫ് പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്. എന്താണ് പവർ ഓഫ് പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്? ഏത് ആർട്ടിക്കിളാണത്? ആർട്ടിക്കിൾ 143. അപ്പോൾ ആർട്ടിക്കിൾ 143 ആരൊക്കെയുള്ളത്? പ്രസിഡൻറ്റും അതുപോലെ തന്നെ സുപ്രീം കോർട്ടും അല്ലേ. അതായത് പവർ ഓഫ് പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പ്രസിഡൻറ്റിന് സുപ്രീം കോർട്ടിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. ആ അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 143 പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസിഡൻ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആർട്ടിക്കിൾസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. കുറച്ച് ഫാൻസി നമ്പറുള്ള ആർട്ടിക്കിൾസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇതിനിടയിലും കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാത്തത് നമ്മളൊരു സിസ്റ്റം പോലെയാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഇപ്പോൾ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് പോവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ടൈം ബീയിങ് നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുക. ആർട്ടിക്കിൾസ് മൊത്തത്തിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആദ്യം പഠിച്ചിട്ട് അതിനൊപ്പം നമുക്ക് ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ആഡ് ചെയ്ത് പോകാം കേട്ടോ. ഇനി നമുക്ക് ഗവർണറും അതുപോലെ തന്നെ പ്രസിഡൻറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസിഡൻറ്റ്, അതായത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡൻറ്റ് എത്രയായിരുന്നു? ഏത് ആർട്ടിക്കിളായിരുന്നു? ആർട്ടിക്കിൾ 123 അല്ലേ. അതുപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ എത്രയാണ്? 213 കേട്ടോ. ജമ്പിൾഡ് ഓർഡർ പോലെയാണ്. പ്രസിഡൻറ്റ് ഓർഡിനൻസ് എന്ന് പറയുന്നത് 123 ആണെങ്കിൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ എന്ന് പറയുന്നത് 213 ആണ്. അടുത്ത് നമുക്ക് നോക്കാം. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 124. അതേപോലെ തന്നെ ഹൈക്കോടതി. ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേട്ടോ, അങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഹൈക്കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 214. ഹൈക്കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 214. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 315 ആണ്. എന്താ പറയണതെന്നുള്ളത് നോക്കാം. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 315. അപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSCനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 315. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമുക്കറിയാം ഈ PSC എക്സാമൊക്കെ കഴിയുന്ന സമയം എത്രയാണ്? 3:15 അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ PSC ആണ്. അപ്പോൾ PSCനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 315. 3:15 315 അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 262 ആണ്. ഇനി എന്താണ് ആർട്ടിക്കിൾ 262 പറയുന്നതെന്നുള്ളത് നോക്കാം. അതായത് നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262 അല്ലെങ്കിൽ 262. അപ്പോൾ ആർട്ടിക്കിൾ 262 എന്താ പറയുന്നത്? നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262. ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 262 എന്നല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2ന് ഇടയിൽ ഒരു 6 ഉണ്ടല്ലോ. അപ്പോൾ 2 മലകൾക്കിടയിൽ ഒരു 6 ഒഴുകുന്നു എന്ന് വിചാരിക്കാം കേട്ടോ. 2 മലകൾക്കിടയിൽ ഒരു 6, ആ 6 ആണ് നമ്മളിവിടെ നദിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നദിയുടെയൊക്കെ ഒരു പര്യായമായിട്ട് നമ്മൾ 6 പറയാറില്ലേ, അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. 2 മലകൾക്കിടയിൽ ഒരു 6 ഒഴുകി പോകുന്നു, ആ 6ഉം നദീജലവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം.
അപ്പോൾ ആർട്ടിക്കിൾ 262 എന്താ പറയുന്നത്? നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262. നെക്സ്റ്റ് 3 ആർട്ടിക്കിളും കൂടെ നമുക്ക് പഠിക്കാം. അടുത്ത 3 ആർട്ടിക്കിൾ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 352 ആണ്. ആർട്ടിക്കിൾ 352 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ കേട്ടോ. ഈ 3 നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ. പിന്നെ വരുന്നത് ഒരു 4 കൂടെ കൂട്ടുക കേട്ടോ. അതായത് 352ൻ്റെ ഒപ്പം ഒരു 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 356 കിട്ടും. അപ്പോൾ ആർട്ടിക്കിൾ 356 പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ. എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ 356? സംസ്ഥാന അടിയന്തരാവസ്ഥ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു 4 കൂട്ടിയേ, അപ്പോൾ എത്ര കിട്ടും? 360 കിട്ടിയില്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 360 പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 352 ഓർത്ത് വയ്ക്കുക. അപ്പോൾ 352 ആലോചിച്ച് കഴിയുമ്പോഴേക്കും ദേശീയ അടിയന്തരാവസ്ഥ കിട്ടും. അതിൻ്റെ ഒപ്പം 4 കൂട്ടി കഴിയുമ്പോഴേക്കും സംസ്ഥാന അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയും കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ആദ്യം ദേശീയമായിട്ടല്ല പഠിക്കുക, പിന്നെ സംസ്ഥാനം, പിന്നെ സാമ്പത്തികം, അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. അപ്പോൾ ആദ്യം ദേശീയം, പിന്നെ സംസ്ഥാനം, പിന്നെ സാമ്പത്തികം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ്. അതായത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൂടുതൽ ആർട്ടിക്കിൾസ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ച് നോക്കാം. ടൈം ബീങ് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് പഠിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട് സർക്കിളൊന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.